നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹി ഹൂ കോംപ്രഹെൻഡ്സ് ദ ഡാർക്ക്നെസ് ഇൻ ഹിസ് ലൈഫ്, ടു ഹിം ദ ലൈറ്റ് ഈസ് നിയർ. ഒരു സ്വിസ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള കാൾ യങ് അദ്ദേഹത്തിന്റെ ദ റെഡ് ബുക്ക് എന്ന പുസ്തകത്തിൽ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വാചകമാണിത്. ഇരുട്ടിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് വെളിച്ചത്തിലേക്ക് നീങ്ങാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഈ കാൾ യങ് തന്നെ പറഞ്ഞു തരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 4 പേഴ്സണാലിറ്റി ആർക്കിടൈപ്സ്, അതായത് വ്യക്തിത്വ രൂപങ്ങൾ, അത് ഓരോ വ്യക്തികളുടെ ഉള്ളിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു വ്യക്തിത്വ രൂപം ദ സെൽഫ് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ബോധത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. 2 ദ പേഴ്സണ, ഓരോ മനുഷ്യനും സാമൂഹ്യപരമായിട്ട് അണിഞ്ഞു നടക്കുന്ന ഒരു മുഖം മൂടി, അതാണ് ദി പേഴ്സണ എന്ന് പറയുന്നത്. 3ാമത്തെ ആർക്കിടൈപ്പ് എന്ന് പറയുന്നതാണ് ദ എനിമ ഓർ എനിമസ്. ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ള ചില ഫെമിനൈൻ ആയിട്ടുള്ള ക്വാളിറ്റീസ്, ഇതുപോലെ തന്നെ നേരെ തിരിച്ചും. 4ാമത്തെ ഒരു ആർക്കിടൈപ്പ് എന്ന് പറയുന്നതാണ് ദ ഷേഡോ. ഈ ഷേഡോ എന്ന് പറയുന്നതാണ് ഓരോ വ്യക്തികളും അവരവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് മറ്റാർക്കും കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ചില ട്രേറ്റ്സ്. എങ്ങനെ അൺകോൺഷ്യസ് ആയിട്ടുള്ള പാറ്റേൺസിനെ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഉയർന്ന ബോധത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഷേഡോ വർക്ക്. അപ്പൊ അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ അൺകോൺഷ്യസ് പാറ്റേൺസിൽ നിന്ന് കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് മാറണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഫറ്റീഗ്. അതായത് അൺകോൺഷ്യസിൽ നിന്ന് കോൺഷ്യസിലേക്ക് പോകണമെങ്കിൽ ഒരു തരത്തിലും എനർജി ലോസ് അല്ലെങ്കിൽ എനർജിയുടെ നഷ്ടം ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരു ക്ഷീണം ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഈ പറയുന്ന ഈ ക്ഷീണങ്ങൾ 3 തരത്തിൽ സംഭവിക്കാം. ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫറ്റീഗ് അല്ലെങ്കിൽ ഈ ക്ഷീണങ്ങളെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ആ ഒരു ഫറ്റീഗ് എന്ന് പറയുന്നത് ദ പേഴ്സണ ഫറ്റീഗ് എന്നാണ്. അതായത് വ്യക്തിപരമായിട്ട് സംഭവിക്കാവുന്ന ഒരു ക്ഷീണം. അത് 2 രീതിയിൽ സംഭവിക്കാം. അതിൽ ഒന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നതാണ് ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, ഉള്ളിന്റെ ഉള്ളിലുള്ള വൈരുദ്ധ്യങ്ങൾ വഴി ഉണ്ടാവുന്ന ഫറ്റീഗ്, പേഴ്സണൽ ഫറ്റീഗ് ആണ് ഇന്റേണൽ കോൺഫ്ലിക്ട്സിൽ വരുന്നത്. എങ്ങനെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക? അതായത് ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിന്റെ ബേസിസിൽ ഒരു ഐഡന്റിറ്റി കൊടുത്തു കഴിഞ്ഞാല്, ഞാൻ ഇങ്ങനെയാണ് എന്നൊരു ഐഡന്റിറ്റി കൊടുത്തു കഴിഞ്ഞാല്, പിന്നെ ആ ഒരു ബിലീഫ് സിസ്റ്റം, ആ ഒരു വിശ്വാസത്തിലേക്ക് അയാൾ പോയി കഴിഞ്ഞാല് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അയാളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ലോ ലെവലിലേക്ക് അല്ലെങ്കിൽ തീരെ എനർജി കുറവുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. ഡേവിഡ് ആർ ഹോക്കിൻസ് പരിചയപ്പെടുത്തി തരുന്ന കോൺഷ്യസ്നെസ് മാപ്പ്, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ എനർജീനെ കുറിച്ച് കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. കോൺഷ്യസ്നെസ് മാപ്പിൽ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള വികാരങ്ങളാണ് ഷെയിം, അതുപോലെ ഗിൽട്ട് എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും തരത്തിൽ ഒരു ഷെയിം ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഗിൽട്ട്, കുറ്റം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുക. അൺകോൺഷ്യസ്ലി, അതായത് അബോധപൂർവം ഈ തരത്തിലുള്ള മെമ്മറീസ് ഉണ്ടാവുമ്പോൾ, ഷെയിം തോന്നുന്ന രീതിയിലുള്ള മെമ്മറീസ് ഉണ്ടാവുമ്പോൾ അതിന്റെ തന്നെ ഒരു പാറ്റേൺസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ആ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് അയാൾ ഐഡന്റിഫൈ ചെയ്യപ്പെടും. 2ാമത്തെ എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സ്. ചില വ്യക്തികളോട് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അനുഭവം ഉണ്ടാവും. അവര് എപ്പോഴും പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിട്ട് എപ്പോഴും ഒരു വിക്ടിം മൈൻഡ് സെറ്റിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാരോട് ഇടപഴകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവർ പറയുന്നതിന് അല്ല അതങ്ങനെയല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും സംഭവം പറഞ്ഞു തരും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളോട് പെരുമാറുമ്പോൾ ഒരു കാരണവശാലും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഗിൽട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് കൊണ്ട് നടക്കാൻ പാടില്ല. കാരണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഈ ഒരു ഐഡന്റിറ്റിക്ക് ക്ഷതം സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിന് കൂടെ തന്നെ ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട്സിലേക്കും അത് വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു എക്സ്റ്റേണലായിട്ട് ആ ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഈ പറയുന്നൊരു സംഭവം വന്നിട്ട് അതിൻ്റെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടേയിരിക്കും. അടുത്തൊരു ഫാറ്റിക് എന്ന് പറയുന്നതാണ് സെൽഫ് ജഡ്ജ്മെന്റ് ഫാറ്റിക്. ഇത് എപ്പോഴും ഒരു വ്യക്തി കോൺസ്റ്റന്റ് ആയിട്ട് അയാളുടെ ഉള്ളില് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ഒരു ചോദ്യം വരാണ്, ഈ ചെയ്ത് ശരിയായോ? ഇങ്ങനെ ഒരു സെൽഫ് ജഡ്ജ്മെന്റ് എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ അതൊരു തരത്തില് ഇയാളുടെ എനർജിയെ കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് പല സാഹചര്യങ്ങളിലും ഉണ്ടാവാം. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം പോസ്റ്റ് ചെയ്തു, എന്നിട്ട് പിന്നെ ആലോചിക്കുകയാണ്, ഈ പോസ്റ്റ് ഇട്ടത് ശരിയായോ? അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളോട് അങ്ങനെ പറഞ്ഞത് വേണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ വിധിയെഴുത്ത് നടക്കുമ്പോൾ അത് ഒരു തരത്തിൽ അയാളുടെ എനർജിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ പറയുന്ന സെൽഫ് ജഡ്ജ്മെന്റൽ ഫറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സെൽഫ് ജഡ്ജ്മെന്റൽ ഫറ്റീഗ് വരുമ്പോൾ അതിനെ നമുക്ക് മാറ്റണമെങ്കിൽ എപ്പോഴും ആവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ആ ഒരു ഹയർ ഇന്റൻഷൻ. അതായത് നമ്മളെപ്പോഴും എന്തൊരു കാര്യം ചെയ്യുന്നതിന് പുറകിലും ഒരു ഇന്റൻഷൻ, ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ, അതായത് ചെയ്യുന്ന കാര്യത്തിൽ ഞാനിത് ചെയ്യാനായിട്ടുള്ള ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ് എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, മറ്റാരുടെയും വാലിഡേഷന് വേണ്ടിയിട്ടല്ല, പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ
എനിക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഫറ്റീഗ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു ഫറ്റീഗ് എന്ന് പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് ഫറ്റീഗ്. ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്നത് ഏറ്റവും ഉയർന്ന പദവിയുള്ള ആളുകൾക്കാണ്. അതായത് അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് പല പല ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിലും ഈ പറയുന്ന ഫറ്റീഗിനെ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളെ കോൺഷ്യസ്ലി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനത്തെ ഈ പറയുന്ന ഫറ്റീഗുകൾ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ വ്യക്തികളും അതിനെ റിയാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പല രീതികളുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഇമോഷണൽ ക്ലിയറിങ്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഇമോഷണലി ക്ലിയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നതാണ് സപ്രഷൻ. അതിങ്ങനെ മറച്ചു വെക്കുക എന്നുള്ളത്. അതായത് ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിക്കും. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരും. ഒരു റിയാക്റ്റീവായിട്ടുള്ള രീതിയിൽ അത് വരുമ്പോൾ അത് ഒരു തരത്തിലും അയാൾക്ക് ഉപകരിക്കാത്ത അവസ്ഥയിലേക്ക് വരും. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നതാണ് എക്സ്പ്രസ് ചെയ്യുക. അതായത് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുക. പക്ഷെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു തരത്തിൽ ഓക്കെയാണ്. അതായത് അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്തു, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ഉള്ളിൽ അത് തങ്ങി നിൽക്കില്ല. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ റിസോൾവ് ആകാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും ചിലപ്പോൾ പല പ്രശ്നങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് സറണ്ടർ. ഇത് ഡേവിഡ് ആർ ഹോക്കിൻസ് പറഞ്ഞു തരുന്ന ഒരു ടെക്നിക്കാണ്. അതായത് സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ ഞാൻ അതിനെ ഒരു തരത്തിലും ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്, ഇത് നെഗറ്റീവ് ചിന്തയാണ് എന്ന് പറയല്ല. അതിന് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, ശരി, ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നത്, ഐ എം ഓക്കെ. അങ്ങനെ ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് വരുമ്പോൾ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണോ അതങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ ഫെയ്ഡ് ആവും. മൈൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് ചിന്തയാണോ മനസ്സിലേക്ക് വരുന്നത് ആ പാറ്റേണിലുള്ള അതിനെ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ കുറേ ഇൻസിഡൻസ് അനുഭവങ്ങൾ ജീവിതത്തിലുള്ളത് കാണിച്ചു തരും. അതിന് മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവമാണ്. നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ വിശ്വാസം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ റിയാലിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ട്രോമാസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എന്ത് വ്യക്തിത്വമാണ് നിങ്ങളുടെ മനസ്സിലേക്കുള്ളത് അത് സത്യമാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വേറെ പല ഇൻസിഡൻസും ഇത് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ഒരു തരത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കണമെങ്കിൽ നമുക്ക് വളരെ ഉയർന്ന ബോധത്തിലേക്ക് എത്താൻ സാധിക്കണം, അല്ലെങ്കിൽ ദ സെൽഫ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കണം. അവിടെ എത്തിക്കൊണ്ട് വേറൊരു തരത്തിലും ഇമോഷൻസ് ഒന്നും കൂടാതെ അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പാറ്റേൺസ് പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ ആ ഒരു പാറ്റേൺസ് മാറ്റിയെടുക്കാം, അതിന് വേണ്ട മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നതാണ് അൺപാക്കിംഗ് ദ പാറ്റേൺസ്. എന്തൊക്കെ ഈ തരത്തിലുള്ള പാറ്റേൺസ് അൺകോൺഷ്യസ്ലി ഓരോ വ്യക്തികൾക്കുണ്ടോ അതിനെ മനസ്സിലാക്കിയിട്ട് ആ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കണം, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ അതിനെ ഇവോൾവ് ചെയ്യാൻ സാധിക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ്, ഇപ്പോൾ പാസ്റ്റിൽ ചില ബിസിനസ്സുകൾ ചെയ്തിട്ട് സക്സസ് ആയില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അതിനെ മാറ്റണമെങ്കിൽ ഞാൻ ഐഡൻറ്റിറ്റി ചേഞ്ചിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, സാമ്പത്തികമായിട്ട് കുറേയധികം സക്സസ് ആവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും നല്ല ഉയർന്ന ബോധത്തിൽ നിന്നുകൊണ്ട് നല്ലൊരു ഐഡൻറ്റിറ്റി, നല്ല റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാളാണ് എന്നുള്ളൊരു ബോധം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അൺറിസോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റേൺസ് അതിനെ മാറ്റാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഐഡൻറ്റിറ്റി കൊണ്ടുവരണമെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു വിശ്വാസം നമുക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വിശ്വാസം വരണമെങ്കിൽ അതിന് സഹായിക്കുന്നതാണ് ഈ പറയുന്ന മെഡിറ്റേഷൻ. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വളരെ കാമായി വളരെ ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ ഓരോ ഇത്തരത്തിലുള്ള പാറ്റേൺസ് വരുമ്പോൾ അതിനെ ഏറ്റവും ഹയർ സെൽഫ്, അതാണ് ഒരു തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആർക്കിടൈപ്പായിട്ട് കാൾ യങ് പറയുന്നത്, സെൽഫ്, ഉയർന്ന ബോധം. ആ ഒരു ഉയർന്ന ബോധത്തിൽ നിന്നിട്ട് ചിന്തിക്കുമ്പോൾ ആ ഒരു ഉയർന്ന ബോധത്തിൽ നിന്നുകൊണ്ട് ട്രോമാസ് ഈ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഈ ഉയർന്ന ബോധത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ഹയർ സെൽഫ് തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ ദ സെൽഫ് എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണാലിറ്റി ആർക്കിടൈപ്പ്. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ അതിന് വേണ്ട ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു പ്രാക്ടീസാണ് ഈ പറയുന്ന മെഡിറ്റേഷൻ. അങ്ങനത്തെ ആ ഒരു പ്രാക്ടീസിലൂടെ ആ ഒരു ഹയർ സെൽഫിൽ നിന്നിട്ട് എന്ത് പ്രശ്നങ്ങൾക്കും അതിനുള്ള സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സെൽഫ് ആ ഒരു ഹയർ സെൽഫിനോട് തന്നെ ചോദിച്ചു കഴിയുമ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും.
ആ ഒരു സൊല്യൂഷൻ അത് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള പല പാറ്റേൺസിനെയും ബ്രേക്ക് ചെയ്തിട്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളൊരു ബോധത്തിലെത്താൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കുറേയധികം അബണ്ടൻസ് എല്ലാ തലത്തിലും, റിലേഷൻഷിപ്പിലും, സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും അയാൾക്ക് അനുഭവിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അൺകോൺഷ്യസ് പാറ്റേൺ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന ബോധത്തിലേക്ക് എത്താൻ സാധിച്ചിട്ട് അതിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേയധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും. ഇതുപോലെ ഉപകരിക്കുന്ന കുറേ നല്ല വീഡിയോസായിട്ട് ഇനിയും എനിക്ക് വരാൻ സാധിക്കട്ടെ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.